കുട്ടികളുടെ ആത്മഹത്യകൾ നമ്മുടെ നെഞ്ചു പൊള്ളിക്കുന്ന ഒന്നാണ്. കുട്ടികൾ വളരുന്നത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മേൽനോട്ടത്തിലാണ്. വീടുകളിലാണ് ആത്മഹത്യകൾ ഏറ്റവും അധികം നടക്കുന്നത്. ഒരു വീട്ടിൽ മറ്റു കുടുംബാംഗങ്ങളുമായി അധികം ഇടപഴകാതെ ഒരു മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞുകൂടുന്ന കുട്ടികളാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളും പകൽ സമയമാണ് ആത്മഹത്യക്കായി തിരഞ്ഞെടുക്കുന്നത് എന്നത് ഞെട്ടിക്കുന്നൊരു വസ്തുതയാണ്. ഒരു 12 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികളാണ് വളരെ പെട്ടെന്ന് ആത്മഹത്യ ഒരു വഴിയായി തിരഞ്ഞെടുക്കുന്നത്. മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്. പലപ്പോഴും ആത്മഹത്യ ചെയ്ത കുട്ടികളിൽ കൂടുതലും പഠനത്തിലും മുന്നിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ കുടുംബത്തിലും മുന്നേ ആരും ആത്മഹത്യ ചെയ്ത സംഭവങ്ങളില്ലാത്തവരുമാണ്. പഠനത്താലാണ് ആത്മഹത്യ എന്ന് തിരിച്ചറിയാത്ത ഒട്ടേറെ കേസുകളുണ്ട്. കുട്ടികൾക്ക് ആദ്യം വേണ്ടത് മാനസിക സാക്ഷരത തന്നെയാണ്. ശാസിച്ചത് മുതൽ പ്രണയനൈരാശ്യം വരെ ആത്മഹത്യക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം, വിഷാദം എന്നിവ രക്ഷിതാക്കൾ തിരിച്ചറിയുന്നില്ല. ആത്മഹത്യ പ്രവണത ഇല്ലാതാക്കാനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് നിനവ്. സ്ത്രീയ പഠനം നടത്തുക, പരിശീലനം നൽകുക, കുട്ടികളിലെ മാനസികാരോഗ്യം വളർത്തുക എന്നിവയാണ് നിലവിലൂടെ നടപ്പാക്കുന്നത്. കുട്ടികളുടെ സ്വഭാവ വൈചിത്ര്യങ്ങൾക്ക് എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒന്നാണ് മൊബൈൽ അഡിക്ഷൻ. മക്കളുടെ ശകാരം മാത്രമല്ല, രക്ഷിതാക്കൾ തമ്മിലുള്ള വഴക്കുകളും കുട്ടികളുടെ ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രക്ഷിതാക്കൾ വഴക്കു പറയുന്നതിലൂടെ ഉണ്ടാകുന്ന മാനസിക വിഷമം മൂലം ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും കൂടുതലും ആൺകുട്ടികളാണ്. കൂടാതെ സഹോദരങ്ങളുമായിട്ടുള്ള കലഹം, പ്രിയപ്പെട്ടവരുടെ അകാല വേർപാട് എന്നിവ മൂലവും ആത്മഹത്യയിൽ അഭയം തേടുന്നവരിൽ കൂടുതലും ആൺകുട്ടികളാണ്. മാനസിക പ്രശ്നങ്ങൾ, ലൈംഗികാതിക്രമങ്ങൾ, പരീക്ഷയിൽ പരാജയപ്പെടുമോ എന്നുള്ള ഭയം എന്നിവയാണ് പെൺകുട്ടികളുടെ ആത്മഹത്യക്ക് കാരണമായി തീരുന്നത്. നിരാശ, ഒറ്റപ്പെടൽ, കുടുംബ വഴക്കുകൾ, മാനസിക പ്രശ്നങ്ങൾ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നൽ, എന്നെ ആർക്കും വേണ്ട എന്നുള്ള തോന്നൽ, രക്ഷിതാക്കളുടെ മദ്യപാനം, സഹോദരങ്ങളുമായിട്ടുള്ള കലഹം, കുറ്റബോധം, പരിഹാസത്തിന് വിധേയരാകൽ, ചീത്ത കൂട്ടുകെട്ടുകൾ, തകർന്ന കുടുംബം, രക്ഷിതാക്കളുടെ അമിത സംരക്ഷണ ബോധം മൂലമുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, മറ്റുള്ളവരിൽ നിന്നും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന അവസ്ഥ. കുട്ടികളിൽ ഇത്തരമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ചിരി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചത്. എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മളെല്ലാം മക്കൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. കുറച്ച് സമയത്തേക്ക് മൊബൈൽ ഫോൺ എല്ലാം മാറ്റിവെച്ച് അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താം. അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തും തുറന്നു പറയാനുള്ളവരായിരിക്കണം നമ്മൾ പാരൻസ്.